ഫുഡ് വാങ്ങിച്ചു തന്നിട്ടും പിണക്കം മാറിയില്ല എന്ന് കണ്ടപ്പം ജെസ്സി എന്നെയും കൂട്ടി പോയൊരു സ്ഥലമാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോകുന്നത്. അവിടെ എക്സിബിഷൻ തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 50 രൂപ കൊടുത്തിട്ട് ഞാനും ജെസ്സി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഏകദേശം ഞാൻ നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കണ്ടത്. പിന്നെ ഈ ഒരു കർട്ടനും കൂടി കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ഫുള്ള് കോഴിയും താറാവൊക്കെ. ഇതൊക്കെ നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയാൽ കാണുന്ന സാധനങ്ങളായിരുന്നു. 50 രൂപ നഷ്ടമായല്ലോ എന്നുള്ള വർത്താനാണ് ജെസ്സി ഇപ്പം എന്നോട് പറഞ്ഞത്. പിന്നെ 50 രൂപ അല്ലേ എന്ന് ഞാൻ പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലാണ്ട് ഇപ്പം വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മിക്കവാറും എനിക്ക് അടി കൊള്ളും ഗൈസ്. പിന്നെ അവിടെ പോയി തത്തനെ കണ്ടു, പിന്നെ 2-3 കോഴീനെ കണ്ടു, പിന്നെ അനക്കില്ലാത്ത കുറച്ച് എലികളെ കണ്ടു, പിന്നെ ഒരു ഓസ്ട്രിച്ച് അല്ല ഗൈസ്, യമു ആണെന്ന് തോന്നുന്നു, അതിനെ കണ്ടു. അവിടെ കടുവൻ്റെയും പോത്തിൻ്റെ ഒക്കെ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ കയറിപ്പോയത്. പക്ഷേ നമ്മളെ പറ്റി പിന്നെ കുറേ മീനെ കണ്ടു എല്ലാം. പിന്നെ അവിടെ കയറിയപ്പോൾ ചിരിക്കണോ കരയണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ജെസ്സിനോട് അങ്ങ് ചിരിച്ചു. ഞാൻ എൻ്റെ ദേഷ്യം അങ്ങ് അവസാനിപ്പിച്ചു കേസ്. അങ്ങനെ ഞാനും ജെസ്സി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജെസ്സിൻ്റെ മുഖം കണ്ടാൽ അറിയാം ഇപ്പം ഞാൻ ചൂടായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയത്. ഇപ്പം ജെസ്സി ചൂടായിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന പോലെ ആയി. അത് കഴിഞ്ഞ് നമ്മളൊരു പിടിയാനെ കണ്ടു കേസ്. പിടിയാനാണോ കൊമ്പരാനോ എന്നറിയില്ല, ഏതോ ഒരു ആനനെ കണ്ടു. എന്തായാലും കൊമ്പില്ല കൈസതിന്. അപ്പം പിന്നെ ശരി, കാണാം.